ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ പ്രധാനമായും ബുക്ക് ഓഫ് ലോർഡിലൂടെ ചിന്തിക്കാനായിട്ട് പോകുന്നത് ക്രിസ്ത്യാനികൾക്ക് ആരാധിക്കാനുള്ള അല്ലെങ്കിൽ ആഘോഷങ്ങൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുമോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിന് ചില വീഡിയോകൾ കണ്ടിട്ട് നമുക്ക് മടങ്ങി വരാം. हाँ क्या है? गॉस्पेल ऑफ जॉन वो सब क्या चीज है? बाइबल क्या चीज है? धार्मिक ग्रंथ है। ये कहाँ से मैन्युफैक्चर हुआ है? जस्ट टेल मी कहाँ से मैन्युफैक्चर हुआ है? ऑफ कोर्स इट वाज नॉट प्रिंटेड इन इंडिया। भारतवर्ष में ये पैदा हुआ ही नहीं था। विदेशी क्रिश्चियन लोगों का, विदेशी भाषाओं का बाइबल हमारे इंडिया में क्या रहेगा? हमारा क्या है? चारों वेद है, मनुस्मृति है, उपनिषद है। हम कोई भी क्रिश्चियनों का बाइबल को फॉलो नहीं करेंगे। एम आई क्लियर? बोलो ओम भूर्भुवः स्वः तत्सवितुर्वरेण्यं भर्गो देवस्य धीमहि धियो यो नः प्रचोदयात्। ओके, जय श्री राम। जीसस क्राइस्ट इज नॉट आवर्स। जीसस क्राइस्ट इज नॉट आवर्स। हमारा कौन है? राम भगवान। एम आई राइट? इट शुड बी। साला इधर बाबरी मस्जिद बन रहा है, उसके लिए कोई फॉलो वीडियो शुरू करें। സെയിന്റ് മേരീസ് സ്കൂളിലേക്ക് കടന്നു കയറിയ വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദൾ പ്രവർത്തകർ ജയ് ശ്രീറാം വിളികളോടെ ക്രിസ്മസ് അലങ്കാരങ്ങളെല്ലാം തകർത്ത് തീയിട്ടു. ഭാരതീയമല്ലാത്ത ഒരാഘോഷവും ഇവിടെ പറ്റില്ല എന്നാണ് തീറ്റൂരം. ഛത്തീസ്ഗഡിലെ റായ്പൂർ അവിടുത്തെ മാഗ്നറ്റോ മാളിലേക്ക് കടന്നു കയറിയ 90ഓളം ബജ്രംഗ് ദൾ പ്രവർത്തകർ അഴിഞ്ഞാടി ക്രിസ്മസിനായി ഒരുക്കിയതെല്ലാം തകർത്തു. സാന്താക്ലോസിനെ എടുത്തെറിഞ്ഞു. ക്രിസ്മസ് ഇവിടെ വേണ്ട എന്നതാണ് ആക്രോശം. ഉത്തർപ്രദേശിലെ ബെയ്റേലി യോഗി ആദിത്യനാഥ് ഈ വർഷം മുതൽ ക്രിസ്മസ് അവധി എടുത്തു കളഞ്ഞിരുന്നു. അവിടെ ലക്ഷ്യം വെക്കപ്പെട്ടത് ഒരു പള്ളിയാണ്. പാതിരാ കുർബാനയ്ക്ക് തയ്യാറെടുത്തിരുന്ന പള്ളി ഹിന്ദുത്വ ആൾക്കൂട്ടം വളഞ്ഞു. ഹനുമാൻ ചാലീസയും ജയ് ശ്രീറാമും മുഴങ്ങി. മധ്യപ്രദേശിലെ ജബൽപൂർ കണ്ണിന് കാഴ്ചശക്തിയില്ലാത്ത സ്ത്രീയാണ് ക്രിസ്മസ് അലങ്കാരങ്ങൾ നിറഞ്ഞ പള്ളിയിൽ ആക്രമിക്കപ്പെട്ടത്. BJP സിറ്റി വൈസ് പ്രസിഡന്റായ അഞ്ജു ഭാർഗവയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഹരിദ്വാറിൽ ഹോട്ടലിൽ പോലും ക്രിസ്മസ് ആഘോഷിക്കരുതെന്നാണ് വിലക്കിട്ടത്. ഇത് ഹിന്ദു പുണ്യഭൂമിയാണ് എന്ന് പറഞ്ഞായിരുന്നു ആക്രോശം. ഡൽഹിയിൽ സാന്താ തൊപ്പി വെച്ച് പുറത്തിറങ്ങിയ സ്ത്രീകളെ തെരുവുകളിൽ നിന്ന് തുരത്തി ഓടിച്ചത് ബജ്രംഗ് ദളാണ്. രാജസ്ഥാനിലെ സംഗർപൂരിൽ സെന്റ് ജോസഫ് കാത്തലിക് ചർച്ചിലെ കുർബാന തന്നെ തടസ്സപ്പെടുത്തി. ഒറീസയിലെ ഭുവനേശ്വറിൽ ക്രിസ്മസ് പപ്പായുടെ തൊപ്പിയും വേഷവും വിൽക്കുന്ന തെരുവ് കച്ചവടക്കാരെ പോലും വെറുതെ വിട്ടില്ല. ഇതൊന്നും ഹിന്ദു രാഷ്ട്രത്തിൽ അനുവദിക്കില്ലത്രേ. ഈ ആക്രമണങ്ങളെല്ലാം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് എന്നത് കേവല യാദൃശ്ചികതയല്ലല്ലോ. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ കണക്കനുസരിച്ച് 2025 നവംബർ മാസം വരെയുള്ള കണക്കനുസരിച്ച് 700 ആക്രമണങ്ങളാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ. വീഡിയോ എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ക്രിസ്ത്യാനികളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നതിന് ഒരു ഉത്തമ ഉദാഹരണമായി ഡൽഹിയിൽ സംഭവിച്ചതും അതുപോലെ കേരളത്തിലും കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ആഘോഷങ്ങൾക്ക് നേരെ ഉപദ്രവങ്ങളും അതുപോലെ തന്നെ ആക്രമണങ്ങളും ഉണ്ടായതായി നമ്മൾ കണ്ടു. ഡൽഹിയിൽ നടന്ന സംഭവം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ആരാധനാലയത്തിൽ ഒരു വ്യക്തി കടന്നു വരികയും അയാൾ ബംഗ്ലാദേശുകാരനാണെന്ന് തോന്നുന്നു. അയാൾ ഹിന്ദുവിലേക്ക് കൺവേർട്ട് ചെയ്തെന്നാണ് അയാളെക്കുറിച്ച് കേൾക്കുവാനിട വന്ന ഒരു സത്യം എന്ന് പറയുന്നത്. അയാൾ വന്ന് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ബൈബിൾ എവിടെ നിന്ന് വന്നു, അതുപോലെ തന്നെ യേശുക്രിസ്തു ആരാണ്, ഈ ചോദ്യങ്ങളാണ് അയാൾ ഉന്നയിക്കുന്നത്. ബൈബിൾ ഇവിടുത്തേതല്ല, ഇത് ഹിന്ദു രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ പ്രസ്താവിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഭൂരിഭാഗം ഹിന്ദുക്കളും അങ്ങനെയല്ല. കാരണം യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്ന ഹിന്ദുക്കളും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. എല്ലാ ഹിന്ദുക്കളും അങ്ങനെയല്ല. അപ്പോൾ ചില ഹിന്ദുക്കളുണ്ട്, അതായത് തീവ്രപരമായ ഹിന്ദുക്കളുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇത് ശരിക്കും ക്രിസ്ത്യാനികളുടെ ആരാധന സ്വാതന്ത്ര്യവും ആഘോഷങ്ങളും ഇതിന് ഒരു വിലക്ക് അല്ലെങ്കിൽ ഒരു തടസ്സം നേരിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വാദം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അയാൾ ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ, അതായത് ബൈബിൾ എവിടെ നിന്ന് വന്നു, അല്ലെ ബൈബിൾ എവിടെ നിന്ന് വന്നു, ബൈബിൾ എവിടെ നിന്ന് വന്നെന്ന് മാത്രമല്ല, ക്രിസ്ത്യാനികൾ ഇതിനു മുമ്പേ ഇവിടെയുണ്ട്. ക്രിസ്ത്യാനികൾ ഇന്നലെയും ഇന്നുമായിട്ട് വന്നവരല്ല.
അതാണ് അയാൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. കാരണം ഇതിനു മുമ്പും ക്രിസ്ത്യാനികൾ ഇവിടെയുണ്ട്, ക്രിസ്ത്യാനികൾ വർഷങ്ങളായിട്ട് ഇവിടെയുണ്ട്, അല്ലേ? ഇന്ത്യയുടെ തുടക്കം അല്ലെങ്കിൽ ഭാരത സംസ്കാരത്തിന്റെ തുടക്കം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ ആര്യന്മാരും ദ്രാവിഡന്മാരും ഒക്കെ വന്നിട്ടാണ് ഇവിടെ ഒരു രാജ്യം പിറക്കുന്നത് തന്നെ. അപ്പോ ഈ ആര്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന അബ്രഹാമീയ പാരമ്പര്യമുള്ളവരായിരുന്നു ആര്യന്മാർ, അല്ലേ? അപ്പൊ ഇന്ത്യൻസ് എല്ലാം ഇവരുടെ എല്ലാം പിൻഗാമികളാണ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. അപ്പോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഈ ബൈബിളിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ബൈബിൾ എവിടെ നിന്ന് വന്നു? പക്ഷേ ബൈബിൾ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു മാറ്റവും ഭാരതത്തിന് ഉണ്ടാകുകയില്ലായിരുന്നു. ഭാരതത്തിനുണ്ടായ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണക്കാരൻ ബൈബിളും മിഷണറിമാരുമാണ്. അതിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇവരുടെ ഇപ്പോഴത്തെ ആ ഒരു സംസാരവും ചോദ്യം ചെയ്യലും ഒക്കെ. അതുപോലെ തന്നെ യേശുക്രിസ്തു ആരാണ്? കഴിഞ്ഞ ദിവസം ആരാണ്ട് പറയുന്ന യേശുക്രിസ്തു പ്രവാചകനാണെന്ന് പറഞ്ഞവരുണ്ട്. യേശുക്രിസ്തു പ്രവാചകനാണോ? ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ദൈവമാണ്, അല്ലേ? യേശുക്രിസ്തു എങ്ങനെ ദൈവമാകും, അല്ലേ? കാരണം ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ വെളിപ്പെടുകയായിരുന്നു, അല്ലേ? അതിനിടയ്ക്ക് അയാൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പരിശുദ്ധാത്മാവിനാലാണ് അവൻ കന്യകയുടെ ഉദരത്തിൽ ഉരുവായി എന്ന് ഒരു സ്ത്രീ പറയുമ്പോൾ അതിന് മറുപടി അയാൾ പറയുകയാണ്, നിങ്ങൾ എങ്ങനെയാണ് ജനിച്ചത്? നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുന്നൊക്കെ പറയുന്നു. പക്ഷെ യേശുക്രിസ്തുവിന്റെ ജനനം അത്ഭുതകരമായിരുന്നു. കാരണം അവൻ ദൈവമായിരുന്നു, സാക്ഷാൽ ദൈവമായവൻ മനുഷ്യനായി വെളിപ്പെട്ടു എന്നുള്ളതാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് തോമസ് അപ്പോസ്തലൻ, അതായത് ഇന്ത്യയിൽ വന്ന അപ്പോസ്തലൻ പറയുകയാണ്, എൻ്റെ കർത്താവും എൻ്റെ ദൈവമായുള്ളവ എന്നാണ് വിളിച്ചത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇത് മുഴുവനും ക്രിസ്ത്യാനികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതൊന്നാണ്, അല്ലേ? ഒരിക്കലും ഒരു പ്രത്യേക ഒരു വിഭാഗത്തിൻ്റെതാണ് ഇന്ത്യ എന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. കാരണം ഹിന്ദുവിൻ്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം കൂടി ചേർന്ന ഐക്യത്തോടെ പോകുന്നതാണ് ഇന്ത്യ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജനാധിപത്യം നശിക്കുന്ന ഈ അവസ്ഥയിൽ ക്രിസ്ത്യാനികൾക്കുള്ള സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യമെന്ന് ഈ തരുണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ സംഭവങ്ങൾ അതെല്ലാമാണ് വിളിച്ചോതുന്നത്. കാരണം കഴിഞ്ഞ ദിവസം പാലക്കാട് ചെറിയ കുട്ടികളുടെ കരോളിനിടയിൽ അവിടെ വന്ന് അവരെ ആ ചെറിയ കുട്ടികളെ ആക്രമിക്കുകയും ചെയ്തു. അതിന് ചില ആളുകൾ പറഞ്ഞ് അവർ മദ്യപിച്ചത് കൊണ്ടാണ്, അതുകൊണ്ടാണ് അവരെ ഉപദ്രവിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യായങ്ങൾ വിതറുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്ത്യാനികളെ രക്ഷിക്കുവാൻ ആ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. ദൈവം രക്ഷിക്കട്ടെ എന്ന്, സർവശക്തൻ എല്ലാവരെയും കാക്കട്ടെ എന്ന്, ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും സർവശക്തൻ എല്ലാവരെയും കാക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട്, അതായത് സർവശക്തനായ സർവകർത്താവായ യേശുക്രിസ്തു എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ബുക്ക് ഓഫ് ലോർഡിന്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോകൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.